അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. ജിമ്മിൽ എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പേഴ്സണൽ ക്ലാസ്സസ് കുവൈറ്റിലെ കൊട്ടക്കല്ലിന്റെ വൺ ആൻഡ് ഓൺലി ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ്. സുഹൃത്തുക്കൾ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. മൈൻഡ് റിലാക്സ് ചെയ്യണോ ഡോക്ടറെ? നമുക്ക് ഈ യോഗ കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഗോൾഡൻ ഫേഷ്യൽ, ഷെഹനാസ് ഫേഷ്യൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ വൈറ്റനിങ് ക്രീം ഒക്കെ തേച്ച് കഴിഞ്ഞെങ്കിൽ ഒരു 9 ദിവസം കൊണ്ട് നമ്മളെ വെളിയിലുള്ള സ്കിന്നൊക്കെ ഡെഡ് ആയി പോയിട്ട് വൈറ്റ് ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഇത് സ്വിമ്മിംഗ് പൂൾ അല്ല, ഇത് നമ്മുടെ ജാക്കോസിയാണ്. സോ ഇവിടെയാണ് നമ്മൾ കിഴി ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. നമ്മുടെ മുട്ടുവേദന. സുഹൃത്തുക്കളെ, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതേ പറഞ്ഞറിയിക്കുന്നില്ല, നമുക്ക് കണ്ടറിയാം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ ഉള്ളത് കുവൈറ്റ് സാൽമേൽ എന്ന് വെച്ചെങ്കിൽ 11 വർഷത്തോളമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നുള്ള ആയുർ യോഗ വെൽനസ് സെൻ്ററിലാണുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ ബേസ്മെൻറ്റിൽ ഇവിടെ ലേഡീസിനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനറാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്ന? നമ്മളിവിടെ എന്തൊക്കെ ഇപ്പൊ ചെയ്തു കൊടുക്കുന്നുണ്ട്? നമുക്കിപ്പം ഇവിടെ ജിമ്മിൽ എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പേഴ്സണൽ ക്ലാസ്സസ് ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് 3 സെഷൻസ് ഗ്രൂപ്പ് ക്ലാസ് തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ മോർണിംഗ് 8 o'clock ഒരു സെഷൻ പോകുന്നുണ്ട്, ഈവനിങ് 5, 7. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. ഒരുപാട് ലേഡീസ് നമുക്ക് ഇപ്പൊ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഓരോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ ചാലഞ്ചുകൾ വെക്കാറുണ്ട്. വെയിറ്റ് ലോസ് ചാലഞ്ച്, പിന്നെ വെയിറ്റ് ഗെയിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ ക്ലാസ്സസ് ഒക്കെ പോകുന്നുണ്ട്. കുവൈറ്റിലാണ് പ്രത്യേകിച്ചിട്ട് എല്ലാം പൊണ്ണത്തടിയുടെ ആൾക്കാരല്ല കൂടുതൽ. അതെ. അപ്പൊ ഇവിടെ ഇപ്പോ ഏതൊക്കെ രാജ്യക്കാർ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോ ആയിട്ട് വരുന്നുണ്ട്? നമുക്ക് ഇന്ത്യൻസ് ഉണ്ട്, കുവൈറ്റീസ് ഉണ്ട് കസ്റ്റമേഴ്സ്, പിന്നെ അതുകൂടാണ്ട് ഈജിപ്ഷ്യൻസ് ഉണ്ട്, പാകിസ്ഥാൻ, അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും അല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഒരു കുടക്കീഴിലെന്ന്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കാണാം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ആയുർവേദിക് ഡോക്ടർ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോ ഡോക്ടറെ, എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുള്ളത്? സോ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാവരുടെ മൈൻഡിലും ഓർമ്മ വരുന്നത് കേരള ആണ്, റൈറ്റ്? സോ കേരളയിലുള്ള പോലെ അതേ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് അതേപോലത്തെ കസ്റ്റമർ സർവീസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മെഡിസിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ കുവൈറ്റിലെ കൊട്ടക്കല്ലിന്റെ വൺ ആൻഡ് ഓൺലി ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ്. സുഹൃത്തുക്കളെ, ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. അതായത് കോട്ടക്കലിനെ കുറിച്ചിട്ട് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവരിവിടെ ഉപയോഗിക്കുന്നുള്ളത് കോട്ടക്കല്ലിന്റെ മെഡിസിൻ ആണ്. ഓയിലായെങ്കിലും ഒക്കെ കോട്ടക്കല്ല്. ആൻഡ് അതേപോലെ നമുക്ക് ഇവിടെ റെജുവിനേഷൻ തെറപ്പി, ഡിറ്റോക്സിഫിക്കേഷൻ, വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ്, പോസ്റ്റ് നേറ്റൽ കെയർ, അതേപോലെ ഡിഫറെന്റ് ഹെൽത്ത് ഇഷ്യൂസിനുള്ള ട്രീറ്റ്മെന്റ്സ്, ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കേരളത്തിൽ കിട്ടുന്ന അതേ സെയിം ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ തടീനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരുപാട് പ്രോഡക്റ്റ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മളെ കേരളത്തിന്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് വഴി തടിയൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ ഉള്ളതൊക്കെ കൂടുതലും പൊണ്ണത്തടിമാരാണ്. ഡോക്ടർ, നമുക്ക് ഈ തടി കുറക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഇതും കാര്യങ്ങളൊക്കെ? സോ നമുക്ക് ഇവിടെ ലൈക് ആയുർവേദിക് മസാജിൽ ഉദ്വർത്തനം എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. സോ അത് ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ പൗഡർ മസാജ് ആണ്. സോ നമുക്ക് ഇന്റേർണലി മെഡിസിൻ എടുക്കാതെ, ഭക്ഷണം ഡയറ്റ് ചെയ്യാതെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് പൗഡർ മസാജ്. ഇഷ്ടമുള്ളത് കുറയ്ക്കാം. സോ ഇത് ഇത് മസാജ് ചെയ്യുമ്പോൾ, പൗഡർ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള സെല്ലുലൈറ്റ്, അതാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. സോ അത് മസാജ് ചെയ്യുമ്പോൾ ഈ സെല്ലുലൈറ്റ് ബ്രേക്ക് ഡൗൺ ആവും, ഫാറ്റ് ലോസ് ആവും. സോ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഞാനിപ്പോൾ ഡയറ്റും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഹോളിസ്റ്റിക്കലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ അവരുടെ അണ്ടർലൈങ് ഹെൽത്ത് ഇഷ്യൂസ് എന്താണ്, സോ ഡയബറ്റീസ് ആണോ, ഹൈപ്പർ ടെൻഷൻ ആണോ, അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിട്ടുള്ള പേഴ്സണലൈസ് വർക്ക്ഔട്ട്, യോഗ എല്ലാം കൂടി, മസാജ്, ഡയറ്റ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരു കുടക്കീഴിൽ. സുഹൃത്തുക്കളെ, നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യണോ ഡോക്ടറെ? നമുക്ക് ഈ യോഗ കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? സോ യോഗ മെയിൻലി നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സോളിനെ റിലാക്സ് ചെയ്യുന്ന സംഭവമാണ്. സോ ഇപ്പൊ ആർക്കും സ്ട്രെസ് ഇല്ലാത്തവരില്ല, റൈറ്റ്? ബിക്കോസ് ഓഫ് സ്ട്രെസ് നമുക്ക് അനേക ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. സോ യോഗ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മെന്റലി നമുക്ക് റിലാക്സ് ആവുന്നതും, അതേപോലെ നമ്മുടെ ഇന്റേർണൽ ഓർഗൻസ്, മെറ്റബോളിസം എല്ലാം ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും നമ്മുടെ ഓവറോൾ വെൽ ബീയിങ്ങിന് യോഗ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് പ്രായപരിധി ഉണ്ടോ?
ഏജ് ലിമിറ്റഡ് അങ്ങനെ ഇല്ല ഇല്ല, ഏത് ഏജിലുള്ള ആൾക്കാർക്കും വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇവിടെ കിഡ്സ് യോഗ ഉണ്ട്, അതേപോലെ ലൈക് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിനുള്ള യോഗ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബിഗിനേഴ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്. സോ എവറി ഡേ നമുക്ക് ഇത് എല്ലാരും ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ യോഗ ലേഡീസിന് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ ലേഡീസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ യോഗയിൽ വേറെ എന്തൊക്കെ നമുക്ക് ഇത് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്? നമുക്ക് വെയിറ്റ് ലോസിന്റെ പ്രോഗ്രാം ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ വിന്യാസ, അഷ്ടാംഗ, കുണ്ടലിനി യോഗ, ഹത്ത യോഗ. സോ ഇങ്ങനെ നമുക്ക് യോഗന്റെ ഡിഫറെന്റ് സ്ട്രീംസ് ആയിട്ടുള്ളത് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് സെഷൻസ് ആയിട്ടും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും അല്ലട്ട, ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സലൂണിലെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ ഹെയർ കട്ടിംഗ് ഉണ്ട് ഇവിടെ, പിന്നെ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഹെയർ ഫോളിന് നമ്മൾ 4 സെറ്റിംഗ്സ് ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഗോൾഡൻ ഫേഷ്യൽ, ഷെഹനാസ് ഫേഷ്യൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പെഡിക്യൂർ ഉണ്ട്, കെരാറ്റിൻ ഉണ്ട്, സ്മൂത്തനിങ് സർവീസസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓരോ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിമ്പിൾസിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പിമ്പിൾസിനായിട്ടുള്ള സെറ്റിംഗ്സ് ഉള്ള ഫേഷ്യൽ ഉണ്ട്. ആക്നെ റിലീസിങ് ട്രീറ്റ്മെന്റ് ആണ് അതിന് കൊടുക്കുന്നത്. മാർക്കറ്റിൽ ഇപ്പൊ ഇവിടെ വൈറ്റനിങ് ക്രീം ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഡോക്ടറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര എഫക്റ്റ് ആണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് ഈ ആയുർവേദിക് നിങ്ങൾ ഇതിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എത്ര ദിവസം കൊണ്ട് അതിന്റെ റിസൾട്ട്? അത് നമുക്ക് ഒരു 5 സെറ്റിംഗ്സ് ആണ് അതിന് വരുന്നത് തന്നെ. അത് ഒരു മാസത്തില് 1 ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കണം. അത് 5 സെറ്റിംഗ്സ് ആണ് എടുക്കുന്നത്. അത് വൈറ്റമിൻ ഫേഷ്യൽ ആണ്, പിഗ്മെന്റേഷൻ ഉള്ള ഫേഷ്യൽ ആണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത്. അത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ് ആണ് യൂസ് ചെയ്യുന്നത്. മെഷീനറീസ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് ഇപ്പൊ എന്റെ ഒരു മുഖം ഇപ്പൊ നമ്മൾ ഈ വൈറ്റനിങ് ക്രീം ഒക്കെ തേച്ച് കഴിഞ്ഞെങ്കിൽ ഒരു 9 ദിവസം കൊണ്ട് നമ്മളെ വെളിയിലുള്ള സ്കിന്നൊക്കെ ഡെഡ് ആയി പോയിട്ട് വൈറ്റ് ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെന്റില് നമ്മുടെ സ്കിന്നിനുള്ള അതേ കളർ ആണോ വരുന്നത്, അതല്ലെങ്കിൽ കൂടുതൽ ഓൾറെഡി നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ഉണ്ട്. നമ്മൾ പിഗ്മെന്റേഷൻ കാരണം കൊണ്ടാണ് നമ്മുടെ നാച്ചുറൽ സ്കിൻ അത് ഡാർക്ക് ആയി പോകുന്നത്. അപ്പൊ ആ ഡാർക്ക് സ്കിൻ ആണ് റിമൂവ് ചെയ്യുന്നത്. അതല്ല മറ്റേ നമ്മളിപ്പം ക്രീം യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിൻ പീൽ ആവുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ പഴയതുപോലെ അത് ബ്ലാക്ക് ആയി. പക്ഷെ ഫേഷ്യൽ അങ്ങനെയല്ല, നമ്മൾ പതുക്കെ അതൊരു ട്രീറ്റ്മെന്റ് ബേസ് ആയിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, മുഖമൊക്കെ വെളുപ്പിക്കുന്ന ആൾക്കാര് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ മാർക്കറ്റിലൊക്കെ വൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് ചെറിയ പൈസ കിട്ടുന്നുണ്ടാവും. തൽക്കാലത്തേക്ക് നമുക്ക് മുഖമൊക്കെ വെളുത്തിട്ട് കിട്ടും. അപ്പോൾ പൈസ കൊടുത്തിട്ട് ക്യാൻസർ ആരും വാങ്ങിക്കണ്ട. നിങ്ങൾ ഇതുപോലുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യോ, എന്നിട്ടായിട്ട് വെളുപ്പിച്ചു ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ കൺസൾട്ട് പ്രകാരമാണ് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതല്ല ശിരോധാര എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡോക്ടർ ഫസ്റ്റ് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ട്രീറ്റ്മെന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. ഇതെന്ത് സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ടല്ലോ? അല്ല, ഇത് സ്വിമ്മിംഗ് പൂൾ അല്ല, ഇത് നമ്മുടെ ജാക്കോസിയാണ്. ഇത് ട്രീറ്റ്മെന്റിൽ പെട്ടതന്നെ അല്ലേ? ട്രീറ്റ്മെന്റ് റിലാക്സേഷൻ കഴിഞ്ഞിട്ടോ അല്ലെ റിലാക്സേഷന് വേണ്ടിയിട്ട് കസ്റ്റമറെ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബാത്ത് ചെയ്യുന്ന ഒരു വൈബ്രേറ്റ് പോലെ ആൾക്ക് വൈബ്രേറ്റ് ചെയ്ത ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് വരാനായിട്ട് ജാക്കോസ് ഉപയോഗിക്കാറുണ്ട്. ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഡോക്ടർ ഇത് നമ്മളുടെ കിഴിയാണ്. സോ ഇവിടെയാണ് നമ്മൾ കിഴി ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. നമ്മുടെ മുട്ടുവേദന, നടുവേദന, കഴുത്ത് വേദന, സ്പോണ്ടിലൈറ്റിസ്, സ്പോണ്ടിലോസിസ്, അങ്ങനത്തെ ഉള്ള നമ്മുടെ ബോഡിയിലുള്ള എന്ത് വേദനയ്ക്കും ഇത് ശരിയാണ്. കുവൈത്തിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഈ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല മുട്ടിന് താഴെ പെയിൻ വരുന്നുണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്. അതേപോലെ അവരുടെ ബോഡിയിലുള്ള എന്ത് വേദനയ്ക്കും നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൺസൾട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതെ, ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്, നല്ല ബെനിഫിറ്റ് കിട്ടുന്ന, സ്വെല്ലിംഗ് കുറയുന്നുണ്ട്. ഇത് ഇന്റേർണലി നമ്മുടെ ഓയിൽ അബ്സോർപ്ഷൻ ആവുന്ന, നമ്മുടെ ഇന്റേർണലി നമ്മുടെ മുട്ടിന് അകത്തുള്ള സ്വെല്ലിംഗ് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ യോഗാന്റെ ലേഡീസ് സെക്ഷനിൽ ഇവർ കൊടുക്കുന്ന സർവീസ് ഏതെന്ന് വെച്ചെങ്കിൽ ഇവിടെ ജിമ്മുണ്ട്, അതുപോലെ തന്നെ യോഗ ഉണ്ട്, അതുപോലെ തന്നെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ലേഡീസ് സലൂൺ, അതുപോലെ തന്നെ ജെൻസിനുള്ള സർവീസ് ഒക്കെ മുകളിലാണ്. അപ്പൊ ഇനി നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ഒരേ കുടക്കീഴിൽ നിന്ന്. അപ്പോൾ ആയുർ യോഗാന്റെ ജെൻസ് സെക്ഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇവിടെ സലൂൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, ആയുർവേദന്റെ സലൂണ്. അപ്പൊ സലൂൺ എന്ന് വെച്ചാൽ വെറും മുടിവെട്ട് മാത്രമല്ല, ഇവിടെ മാനിക്കറും പെഡിക്കറും അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജെൻസിന്റെ മസാജ് റൂമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ടേ, ജാക്കോസ് ഇവിടെയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ, ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കേട്ടാ. അതുപോലെ തന്നെ മസാജ് റൂം, പിന്നെ വേറെയും കുറെ ഉണ്ട്, ഒക്കെ കാണിച്ചു തരാം. ഇപ്പം അങ്ങോട്ട് ശിരോധാര ഇവിടെയുണ്ട്, താഴെ ലേഡീസിനുള്ളത് പോലെ തന്നെ ജെൻസിനുണ്ട്.
ശിരോധാര ചെയ്യുന്നുള്ളത് ആയുർവേദിക്കിന്റെ. ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന പൊടിക്കിഴിയാണ് ചെയ്യുന്നത്. ഏതാ പേരെന്താ ഇതിന്റെ? പൊടിക്കിഴി. പൊടിക്കീഴി. ഇതിന്റെ അകത്ത് കൊട്ടൻ ചുക്കാതി, കോല ഉലത്താതി പൊടികളാണ് ചെയ്യുന്നത്. ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ കുത്തി കൊടുക്കും. ഇപ്പൊ ഒരു റിസൾട്ട് വരുന്നതിൽ ഒരു 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം. 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ സാധാരണ മസാജ് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു മസാജ് വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. സർക്കുലേഷൻ ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, കൂടി വരും. പിന്നെ ഈ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇരുന്ന് ജോലി ചെയ്യുന്നതിന്റെ ഒക്കെ പ്രശ്നമാണ് ഫുള്ള് ബാക്ക് പെയിന് ഇതൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ളവർ ഈ മസാജ് ഇതേപോലെ തന്നെ തടി കുറക്കാനും കൂടെ പറ്റുന്നുണ്ടല്ലോ. തടി കുറയ്ക്കാനുള്ള നമുക്ക് കോഴ്സ് ഉണ്ട് ഇവിടെ, ഒരു 21 ദിവസത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളത്? പിന്നെ ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതാണ്. കിഴികളും മസാജുകളൊക്കെ നമുക്ക് നോർമലായിട്ട് വന്നെടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡോക്ടർ ഉണ്ട്. അപ്പൊ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ പാക്കേജ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പൊ എന്തെങ്കിലും എവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് നമ്മൾ അത് നോക്കിയിട്ടാണ് പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ മെഡിസിൻ ഒക്കെ ഇങ്ങനെ വെളിയിലൊക്കെ കൊടുക്കാറുണ്ട്? മെഡിസിൻ നമ്മളിപ്പോ സെയിലില്ല. ഇത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഇത് കോട്ടക്കലിന്റെ മെഡിസിൻ ആണ്. കോട്ടക്കലാണ് നമ്മുടെ ഓതറൈസ് ഡീലർ. കോട്ടക്കല് നമ്മളായിട്ട് മാത്രമേ ഇവിടെ ഡീലർ ആയിട്ടുള്ളൂ. കുവൈറ്റില് വേറെ ഒരാളും ഇല്ല. അവരുടെ മെഡിസിൻസ് ആണ് നമ്മൾ ഫുൾ ട്രീറ്റ്മെന്റ്സിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കിഴിയാണേലും ഓയിൽ മസാജ് ആണേലും പിന്നെ അല്ലാതുള്ള എല്ലാ ഓയിൽസും കോട്ടക്കലിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ വെളിയിലൊന്നും കൊടുക്കൂല? ഇവിടെ സെയിലില്ല. ഇത് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട്? അപ്പൊ ആവശ്യമുണ്ട് ആൾക്കാർ വന്നോളൂ. അപ്പോൾ ഒരുപാട് നന്ദി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. താങ്ക് യു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കൊക്കെ അറിയണമെങ്കിൽ ഇതിന്റെ കൂടെ കൊടുത്തിട്ട് വാട്സ്ആപ്പ് നമ്പറിലോ മറ്റു നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരുടെ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.